ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കഥയാണ്. ദേവകിയും വാസുദേവരും പ്രാർത്ഥനയുടെ ഫലമായി കൃഷ്ണൻ കംസനെ കൊല്ലുകയും അതിനുശേഷം ദേവകിയെ കാണാനായിട്ട് കൃഷ്ണൻ ചെല്ലണം. അപ്പോൾ ദേവകിക്ക് ചെറുപ്പത്തിലെല്ലാം ബാലലീലകൾ എല്ലാം കാണണം എന്നുള്ളൊരാഗ്രഹം തോന്നുകയും അങ്ങനെ കൃഷ്ണൻ ബാല്യകാലങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. മനക്കണ്ണിൽ ദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ കുട്ടി ഓടി നടക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്താണ് രുക്മിണി ദേവി ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ രുക്മിണി ദേവി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം, എനിക്ക് ഇതേപോലെ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനെ പൂജിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടണേന്ന് ഭഗവാനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് ഒരു ചെറിയ ബിംബമായി മാറി. ആ മാറിയത് കൊണ്ടുപോയി രുക്മിണി ദേവി ചന്ദനം കൊണ്ടാണ് അധികം സമയം പൂജിക്കാറ്. പൂജിച്ച് പിന്നെ ഇവരെ യുദ്ധമൊക്കെ കഴിഞ്ഞു അർജുനന്റെ എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞ് ശ്രീകൃഷ്ണനും സമാധിയാവാനുള്ള സമയമായിപ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞ് അദ്ദേഹം പോവാനുള്ള സമയമായിപ്പോൾ ഈ രുക്മിണി ദേവി അർജുനനെ ഏൽപ്പിക്കുകയാണ് ഈ ശില. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കണം പറയണം. അങ്ങനെ അവരുടെ കാലവും കഴിഞ്ഞു. ലാസ്റ്റ് പ്രളയത്തിൽ പെടുകയും അവിടെ അടുത്തുള്ള ഒരു കപ്പൽക്കാരനും ഈ അങ്ങോട്ട് വിചാരിച്ചത് ചന്ദനക്കട്ടയെന്ന് വിചാരിച്ചിട്ട് കപ്പലിൽ കയറ്റി വെച്ചു. കപ്പലിൽ കയറ്റി വെച്ചപ്പോൾ ഭയങ്കര പ്രളയം, കാറ്റും മഴയും വന്നപ്പോൾ ഒരു സന്യാസി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ജ്ഞാനദൃഷ്ടിയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അയാള് അവരെ രക്ഷിക്കണം, അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി രക്ഷിച്ച് ആ സന്തോഷത്തോടുകൂടി ഈ ക്യാപ്റ്റൻ ചോദിക്കണം, ഞാൻ എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് തരേണ്ടത്, എൻ്റെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആ കപ്പിത്താനോട് പറയണം, നിങ്ങളുടെ കപ്പലിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചന്ദനക്കട്ടി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങൊരു സന്തോഷത്തോടുകൂടി കൊടുത്തയച്ചു. ഒടുവിൽ അത് കൊണ്ടുവന്ന് ജ്ഞാനദൃഷ്ടിയായ ഇദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അത് കൃഷ്ണ വിഗ്രഹം. അങ്ങനെ പ്രശസ്തി കേട്ട നമ്മുടെ ഉടുപ്പിയിൽ കൊണ്ട് സ്ഥാപിക്കണം. എല്ലാ